قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 71-ാമത്തെ ആയത്തിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. ബനു ഇസ്രായേലിയരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പശുവിനെ അറുക്കുവാൻ പറഞ്ഞതും ആ പശുവിന്റെ ഓരോ വിശേഷണങ്ങൾ ചോദിച്ചുകൊണ്ട് അവർ മൂസാ നബി അലൈഹിസ്സലാമിയെ സമീപിച്ചതുമായിരുന്നു കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ അറിയിച്ചു കൊടുത്ത ആ പശു അത് പരസ്പരം സാദൃശ്യമുള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ആ പശുവിനെ ഒന്നുകൂടി വ്യക്തമാക്കി തരുവാൻ താങ്കൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്ന് ബനു ഇസ്രായേലിയർ മൂസാ നബി അലൈഹിസ്സലാമിയോട് ആവശ്യപ്പെട്ടു. അന്നേരം മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. ആ പശു ഭൂമി ഉഴുതുവാൻ ഉപയോഗപ്പെടുത്തുന്നതല്ലാത്ത പശുവായിരിക്കണം. അതുപോലെ തന്നെ അത് വിള നനയ്ക്കുവാൻ ഉപയോഗപ്പെടുത്തുന്നതല്ലാത്ത പശുവായിരിക്കണം. മുസല്ലമത്തുൽ ലാ ശിയത ഫീഹാ, കലർപ്പ് വർണ്ണമില്ലാത്ത ന്യൂനതകളിൽ നിന്ന് സുരക്ഷിതമായ പശുവായിരിക്കണമെന്ന് അവിടെ മൂസാ നബി അലൈഹിസ്സലാം അറിയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവിധ ന്യൂനതയിൽ നിന്നും മുക്തമായ, പണിയെടുക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ട, നേരത്തെ വിശദീകരിച്ചതുപോലെയുള്ള നിറമല്ലാത്ത മറ്റൊരു അടയാളമോ മറ്റേതെങ്കിലും നിറത്തിന്റെ പുള്ളിയോ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പശുവായിരിക്കണം അത് എന്ന് അറിയിച്ചു കൊടുക്കുകയാണ്. യാതൊരു നിലക്കുമുള്ള തകരാറ് സംഭവിച്ചിട്ടില്ലാത്ത, എന്തെങ്കിലും തരത്തിലുള്ള മുടന്തോ മറ്റു ന്യൂനതകളോ ഇല്ലാത്ത ഒരു പശു, അതിനെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദരവ് നൽകുന്ന, കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള ഒരു പശു. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ പശുവിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുന്നത്. അതോടുകൂടി സഹോദരങ്ങളെ, ആ പശുവിനെ കുറിച്ചുള്ള വിവരണം അവിടെ അവസാനിക്കുകയും എന്നിട്ട് ഇസ്രായേലിയർ പറയുകയാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ അതിന്റെ വിശേഷണം മനസ്സിലായിരിക്കുന്നു. ആ കാര്യം അവർ സമ്മതിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് അവരുടെ കാര്യങ്ങൾ എത്തി എന്നാണ്. സഹോദരങ്ങളെ, ഇത്രയും കാര്യങ്ങൾ ആ പശുവിന്റെ വിശേഷണമായി അവർക്ക് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തപ്പോൾ എന്താണ് അവർ മൂസാ നബി അലൈഹിസ്സലാമിയോട് പറയുന്നത്? അൽ ആന ജിഅ്ത ബിൽ ഹഖ്, ഇപ്പോഴാണ് താങ്കൾ യഥാർത്ഥ വിവരവും കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. സഹോദരങ്ങളെ, തഫ്സീർ പണ്ഡിതന്മാർ പറയുകയാണ്, ഇപ്പോഴാണ് താങ്കൾ യഥാർത്ഥ വിവരവും കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അവർ പറഞ്ഞത് അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഈ രൂപത്തിൽ അവർ സംസാരിച്ചത്. ഒരു പശുവിനെ അറുക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുമായി തുടക്കത്തിൽ തന്നെ മൂസാ നബി അലൈഹിസ്സലാം വരുന്നത് ഹക്കുമായിട്ടാണ്. ആദ്യം തന്നെ സത്യവുമായിട്ടാണ് അവരിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം കടന്നു വരുന്നത്. പക്ഷേ അവർ മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്നതിന് തുടക്കത്തിൽ തന്നെ എതിര് പ്രവർത്തിക്കുകയായിരുന്നു. ആദ്യം തന്നെ അവർ ആ കൽപ്പന അതനുസരിക്കുകയായിരുന്നുവെങ്കിൽ പശുവിന്റെ കാര്യത്തിലുള്ള അവരുടെ ഉദ്ദേശം സഫലമാകുമായിരുന്നു. പക്ഷേ അവർ ചെയ്തതെന്താ? അവർ പ്രശ്നം രൂക്ഷമാക്കുകയാണ് ചെയ്തത്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിഷയം കഠിനമാക്കുകയാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേലും ഈ രൂപത്തിൽ കാഠിന്യം കാണിച്ചത് എന്ന് മുഫസ്സിറുകളെല്ലാം അഭിപ്രായപ്പെട്ടത് ഈ ആയത്തുകളുടെ തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തന്ന രൂപത്തിലുള്ള ഒരു പശുവിനെ കണ്ടെത്തുന്നതിന് വേണ്ടി അവർ പല വഴിക്കുമുള്ള അന്വേഷണങ്ങൾ നടത്തുകയാണ്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവർ ആ രൂപത്തിലുള്ള ഒരു പശുവിനെ കണ്ടെത്തി. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായ എന്ന ചരിത്രഗ്രന്ഥത്തിൽ പറയുന്നത്, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത ആ വിശേഷണങ്ങളൊത്ത പശുവിനെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഒരു പശുവിനെ കാണാൻ കഴിഞ്ഞത് ഒരു വ്യക്തിയുടെ അടുക്കലാണ്. പക്ഷേ അയാൾ അത് അവർക്ക് വിൽക്കാൻ തയ്യാറായിരുന്നില്ല.
അന്നേരം ആ പശുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് കൈവശമാക്കാൻ വേണ്ടി പല പ്രലോഭനങ്ങളും നടത്തിക്കൊണ്ട് അവർ പരിശ്രമിച്ചു നോക്കുകയാണ്. സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി വലിയ ഒരു തുക തന്നെ ആ പശുവിന് നൽകാമെന്ന് അവർ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കി. അതിനും ആ വ്യക്തി വഴങ്ങിയില്ല എന്ന് കണ്ടപ്പോൾ അവർ അദ്ദേഹത്തോട് പറഞ്ഞു, ആ പശുവിന്റെ ഭാരത്തിന് തതുല്യമായ സ്വർണം പകരമായി കൊണ്ട് ആ പശുവിനെ നൽകാമെന്ന് അവർ ആ വ്യക്തിയോട് പറഞ്ഞു നോക്കി. ആ വാഗ്ദാനം സ്വീകരിക്കാനും ആ വ്യക്തി തയ്യാറായില്ല. അവസാനം പല രൂപത്തിലുള്ള വിലപേശലിന് ശേഷം ആ പശുവിന്റെ ഭാരത്തിന് തതുല്യമായ സ്വർണത്തിന്റെ 10 ഇരട്ടിക്കാണ് അവർ ആ പശുവിനെ സ്വന്തമാക്കിയത് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത്. മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് ഈ പശുവിനെ വിലക്ക് വാങ്ങിയത് അതൊരു കിഴവിയുടെ അടുത്ത് നിന്നാണ് എന്ന 10 ഇരട്ടി വില നൽകിക്കൊണ്ട് വളരെ പ്രയാസപ്പെട്ട വിലപേശൽ നടത്തിക്കൊണ്ടാണ് അവർ ആ പശുവിനെ ആ കിഴവിയുടെ അടുത്ത് നിന്ന് സ്വന്തമാക്കിയത് എന്ന് തഫ്സീർ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ വേദക്കാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് യഹൂദികളുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. അവർ അള്ളാഹുവിന്റെ കൽപ്പന തുടക്കത്തിൽ നിരസിച്ചത് കൊണ്ടാണ് പൂർവികന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതുപോലെ ഒരു വലിയ വില നൽകിക്കൊണ്ട് ആ പശുവിനെ വാങ്ങിക്കേണ്ട സ്ഥിതിയിലേക്ക് ഈ ബനു ഇസ്രായേല്യർ എത്തിപ്പെട്ടത്. അവസാനം ആ വിശേഷണങ്ങൾ അടങ്ങിയ പശുവിനെ അവർ വാങ്ങിക്കുകയും അറക്കുകയും ചെയ്തു എന്നാണ് ഇമാം തൊബരിയും മറ്റും രേഖപ്പെടുത്തിയ പോലെ അവർ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ആ പശുവിനെ കണ്ടെത്തുവാൻ വേണ്ടിയോ അതുപോലെ തന്നെ ആ പശുവിനെ അറക്കുവാൻ വേണ്ടിയോ അങ്ങനെ ആ സത്യത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള വഴി അവർക്ക് ലഭിക്കുമായിരുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കി തരുന്നത്. അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് പറഞ്ഞില്ലേ, ആ പശു ഏത് തരമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ നിന്റെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായും പശുക്കൾ പരസ്പരം സാദൃശ്യമുള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നു. ഞങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ നേർമാർഗം പ്രാപിക്കുന്നവർ തന്നെയായിരിക്കുമെന്ന് അവർ പറയുന്നത്. ഈ രൂപത്തിൽ അവർ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് ആ പശുവിനെ കണ്ടെത്തുവാനും അതിനെ അറക്കുവാനും അവർക്ക് കഴിഞ്ഞത് എന്ന് തഫ്സീർ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പിന്നീട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പശുവിനെ അറുക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത് വമാ കാദു യഫ്അലൂൻ, അവർ അത് ചെയ്യുമായിരുന്നില്ല എന്നാണ്. ഇവിടെ അവർ അത് ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞത് ഒന്നാമതായി അവരുടെ മാനസിക നിലപാടുകൾ പരിഗണിച്ചുകൊണ്ടാണ്. പശുവിനെ അറുക്കുക എന്നത് അവർ താല്പര്യപ്പെടാത്ത, അവർ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വിവിധങ്ങളായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ ബലിമൃഗത്തെ വ്യക്തമാക്കി കൊടുക്കുവാൻ പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിയെ അവർ സമീപിച്ചത്. അവരുടെ ഓരോ ചോദ്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടി അവർക്ക് ആ പശുവിനെ കണ്ടെത്താൻ കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുകയായിരുന്നു. പ്രായം കൂടുതലുള്ളതും വളരെ ചെറിയതുമല്ലാത്ത ഒരു മധ്യപ്രായത്തിലുള്ള പശു, അത് നോക്കുന്നവർക്ക് സന്തോഷമുണ്ടാകുമാറ് നിറം തെളിഞ്ഞ മഞ്ഞ വർണ്ണമുള്ളതായ ഒരു പശുവായിരിക്കണം. ഭൂമി ഉഴുതുവാനും വിള നനക്കുവാനും ഉപയോഗിച്ചിട്ടില്ലാത്ത, ന്യൂനതകളിൽ നിന്നും മുക്തമായ, കലർപ്പ് വർണ്ണമില്ലാത്ത, അംഗവൈകല്യം സംഭവിച്ചിട്ടില്ലാത്ത സുരക്ഷിതമായ പശുവായിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതവർക്കൊരു പ്രയാസം, അവരുടെ ആ ഒരു സ്വഭാവം കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു പ്രയാസം ഉണ്ടാക്കി കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് ആ പശുവിനെ കണ്ടെത്തുവാനുള്ള പ്രയാസവും അതുപോലെ അവരുടെ മാനസിക നിലപാടുകളും കണക്കിലെടുത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ കാദു യഫ്അലൂൻ, അവർ അത് ചെയ്യുമായിരുന്നില്ല എന്ന്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 71-ാമത്തെ ആയത്തിന്റെ തഫ്സീറായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷേഖ് യാസർ ബിൻ ഹംസ ഹഫിദുല്ലാഹ് അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ആ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുക, ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.